ഹലോ എല്ലാവർക്കും നമസ്കാരം ഗൈസ്. സുതോഷാണ് ഫിൻലാൻഡിൽ നിന്ന്. ഹാപ്പി സൺഡേ എവരിബഡി, ഹാപ്പി വീക്കെൻഡ്. ഇന്ന് കിച്ചണിൽ കയറി കാണും ഒരു ചെറിയൊരു പ്രോഗ്രാമായിട്ട്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ KFC ചിക്കൻ ഉണ്ടാക്കാനാണെന്ന് കൂടി ഇന്നത്തെ കിച്ചണിലത്തെ പണി. അപ്പോൾ അത് ഒരുവിധം ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ റെസിപ്പി ഞാൻ പറയണില്ല, റെസിപ്പി എൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് ശരിക്ക് ആക്കി വെച്ചിട്ടുണ്ട്, എല്ലാതും സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എടുത്ത് ഫ്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയാണ്. അത് ഫ്രൈ ചെയ്തിട്ട് ഞാനത് വീഡിയോ കാണിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. നല്ല രസമാണ്, ഒരു സണ്ണി ഡേ ആണെന്ന്. നല്ല വെളിച്ചമുണ്ട്, അടിപൊളിയാണ്. ഇന്നത്തെ ദിവസം പുറത്തേക്ക് ഇറങ്ങാൻ നല്ല പറ്റിയ ദിവസമാണ്. കണ്ടോ, തൊട്ടടുത്ത് തന്നെ ഒരു പാർക്കുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ സ്വയമായിട്ട് ഉണ്ടാക്കിയതാണ്. മൈദയും ഇതൊന്നുമല്ല, ഈ ഫ്രൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സിസ്റ്റംസ് ഒന്നുമല്ല, ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള തന്നെയാണ്. അപ്പോൾ അത് ഫ്രൈ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ അതെടുത്ത് വറക്കാൻ പോവാണ്. വറുത്ത് തുടങ്ങി ഞാൻ. ഇതിൽ ചെയ്ത് ഇരിക്കുന്നത് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. വെളിച്ചെണ്ണ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ കുറച്ചിടുക വെളിച്ചെണ്ണ. എന്നിട്ട് നമ്മൾ ഇതെടുക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ മുങ്ങി കിടന്ന് തിളയ്ക്കണം. അത് മുങ്ങിയെടുക്കാനുള്ള നമുക്ക് അതിനുള്ള ചട്ടിയില്ല. ചട്ടി വേറെ വാങ്ങണം ഇതുണ്ടാക്കാനായിട്ട്. അധികം കുഴിയുള്ള ചട്ടി ആയിരിക്കണം വേണ്ടത്, അല്ലെങ്കിൽ നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. അപ്പോൾ ഇങ്ങനെയാണ് KFC ഉണ്ടാക്കുന്നത്. KFCയുടെ നേക്കാളും നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ മോൻ പറഞ്ഞത്. അത് രണ്ടുപേരും അവർക്ക് രണ്ടുപേരും ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതുപോലെ വൈഫിനും ഇഷ്ടപ്പെട്ടു. അവർ പറഞ്ഞത് നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. അതിനേക്കാളും നന്നായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ മൈദ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമല്ല, കോൺഫ്ലവർ, അതുപോലെ ഓട്സൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അതേപോലെ ആവില്ല, അതൊന്നുമല്ല. നല്ല ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ പുറത്തു വിടുന്നില്ല. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റിങ്ങിൽ കിടക്കാൻ പോവാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ എൻ്റെ മോനെ തന്നെയാണ് വിളിച്ചത് ഞാൻ എന്ത് ചെയ്യാൻ. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് സോസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ KFC ഇപ്പോൾ സ്റ്റാർട്ടിങ് എൻ്റെ മോൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ കുറേ KFC ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രയലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇല്ലേ, ഇത് ഞാൻ കുറേ KFC നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഒരു പുതിയൊരു റെസിപ്പിയാണ്. ഇത് കണ്ടില്ലേ, കറക്റ്റ് KFC കറക്റ്റ് തന്നെ, അതേപോലെ തന്നെ. അല്ല, ഇത് ഞാൻ കറക്റ്റ് അല്ലേ, അതിനേക്കാളും ക്രിസ്പി ആയിട്ടില്ലേ. അപ്പോൾ നമ്മളത് ടേസ്റ്റ് ചെയ്യുക. ഇത് സോസ് വെച്ചിട്ട് ടേസ്റ്റ് ചെയ്യും. സോസ് മുക്കിയിട്ട് കഴിച്ചു നോക്ക്. ഇതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ഭാഗം കൂടി കഴിച്ചു നോക്ക്. ഇതിനാണ് കറക്റ്റായിട്ടുള്ള റിസൾട്ട് പറയണേ. അച്ഛനുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് നല്ലതാന്ന് പറയണ്ട. നല്ല ടേസ്റ്റ് പറഞ്ഞാൽ KFCയുടെ പോലെ തന്നെയാണ്. അതിനേക്കാളും മാച്ച് നിൽക്കുന്നില്ലേ? സൂപ്പറായിട്ട് അല്ലേ? അപ്പോൾ ഇത് ഒന്നുകൂടി ഞാൻ അടുത്ത് കാണിച്ചു തരാണ്. ഉണ്ടോ, കിട്ടില്ല അല്ലേ?